ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിതാ പുതിയൊരു വീഡിയോ ആൻഡ് യെസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്രഹ്മയുഗം ഒബ്വിയസ്ലി പ്രസ് മീറ്റ് ഞാൻ ചെറുതായിട്ടൊന്ന് കണ്ടു. ആൻഡ് അതിൽ കുറേ പേര് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്, നിങ്ങളധികം പ്രതീക്ഷ വെക്കരുത് ഈ ഒരു മൂവിയിൽ, ഒന്നും അറിയാണ്ട് സിമ്പിൾ ആൻഡ് ബ്ലാങ്ക് മൈൻഡിലായിട്ട് വരിക. സോറി, ഞാനതിന് വേണ്ടിയിലിരിക്കണം. ഞാൻ ഒരു സിനിമ പ്രേമിയായതുകൊണ്ട് തന്നെ പരമാവധി ഡീകോഡ് ചെയ്യാൻ ശ്രമിക്കുക. ഐ വോണ്ട് ടു സീ ദിറ്റ്സ് ലൈസ് റോ ആയിട്ട് പോയി കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് ഇങ്ങനത്തെ യൂട്യൂബ് ചാനലാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചെങ്കിലും ആൾക്കാർ ഇതുപോലെ കാണണം, പ്രതീക്ഷ ഹൈപ്പ് ഉണ്ടാകാൻ ഈ ഞങ്ങളെ പോലത്തെ ആൾക്കാർ തന്നെ ഉള്ളൂ. ഓക്കെ, വല്ലാണ്ട് ഹൈപ്പ് ആക്കി ലെയറിൽ പോയിട്ട് അത് കുത്തനെ ഇടിഞ്ഞ് വീഴുന്നതും സഹായിക്കുന്നത് ഞങ്ങൾ തന്നെയാണ്. ബട്ട് റിവ്യൂക്കാരത് കുറച്ചും കൂടി അപ്ലിഫ്റ്റ് ചെയ്യും, കുറച്ചും കൂടി മോളി കയറ്റും. കുറേ പേർ റിവ്യൂ ഇട്ടിട്ട് സിനിമ പൊളിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, കുറേ പേര് എന്നെ പോലത്തെ ആൾക്കാർ ഹൈപ്പ് അടിപ്പിക്കുന്നുണ്ടെന്ന്. ബട്ട് ഐ എം നോട്ട് റിയലി ഫേമസ്, അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ഇതിൽ. അപ്പോൾ റിവ്യൂ ഇതിനെപ്പറ്റി ഞാൻ ചെയ്യും എന്തായാലും. അത് പ്രോബബിളി റിവ്യൂ നമുക്ക് കുഴപ്പമില്ല, ഇട്ട് നോക്കാം. ചിലപ്പോൾ ഞാൻ ഇടും, ചിലപ്പോൾ ഇടില്ല, അങ്ങനെ. ബട്ട് ഞാൻ ഇന്ന് പറയാൻ വന്നത് നമ്മുടെ ഒരു ഏർലി എക്സ്പെക്റ്റേഷൻസ് ആണ് ഈ ഒരു മൂവിനെ പറ്റി. ഞാൻ തുടക്കം തന്നെ പറഞ്ഞു, എക്സ്പെക്റ്റേഷൻസ് നമ്മൾ കൂടുന്തോറും ഒരു മൂവി തകർച്ചയ്ക്ക് വഴിയൊരുക്കുന്നതാണ്. അപ്പോൾ നിങ്ങളൊരു മൂവി ഇപ്പോൾ റാൻഡംലി ഒരു പോസ്റ്റർ കാണുക, എന്നിട്ട് നമ്മൾ ഈ ഒരു സിനിമ എവിടെയുണ്ട്, ഇപ്പോൾ രാഗം തിയേറ്ററിൽ ഈ സിനിമ ഓടുന്നുണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾ പോവാണ്. ഇപ്പോൾ റൊഷാക്ക് ഞാൻ സത്യം പറഞ്ഞാൽ രാഗത്തിലാണ് പോയി കണ്ടത്. അപ്പോൾ ആ ഒരു മൂവി ബ്ലാങ്ക് ആയിട്ട് പോയി കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ആ മൂവി ഇഷ്ടപ്പെട്ടു. ഭയങ്കര സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ആയതുകൊണ്ട് തന്നെ, ആൻഡ് സ്പെഷ്യലി മമ്മൂക്ക ഇൻ ദി സ്പീക്ക് റോൾ വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക് ആ മൂവി. ബട്ട് അതേ മൂവി നമ്മൾ സിനിമയിൽ ടി വിയിൽ കാണുമ്പോൾ എനിക്ക് അത്ര ലാഗ് വല്ലാണ്ട് ഫീൽ ചെയ്തു. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബ്ലാക്ക് ആഡാ ഞാൻ ഒന്ന് ട്രെയിലർ പോലും കണ്ടാണ് ഞാൻ പോയത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ പോയിട്ട് കാണുന്ന മൂവീസിനൊക്കെ വേറെ ഫീലാണ്. ഓക്കെ, നമ്മൾ വല്ലാണ്ട് ഓവർ ഹൈപ്പ് ചെയ്ത് നമ്മുടെ തലയിൽ തന്നെ കുറേ മേഡപ്പ് സിനാരിയോസോ മേഡപ്പ് സ്റ്റോറീസൊക്കെ ഉണ്ടാക്കി എനിക്ക് എൻ്റെ തലയിൽ തന്നെ കുറേ ഉണ്ട് ഈ പടം എങ്ങനെയാവുമെന്ന് വിചാരിച്ചിട്ട്. ഞാനത് ഇങ്ങനെ ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ പലപ്പോഴും ഞാൻ പറഞ്ഞ കാര്യം ശരിയായിട്ടുണ്ട്. ഇപ്പോൾ ട്രെയിലറിൽ ഉദ്ദേശിച്ച ആ ഒരു പകിടുകളിയുടെ കാര്യം ഞാൻ ഉദ്ദേശിച്ച് തന്നെയാണ്, അത് വന്നിട്ടുണ്ട്. അതൊരു മേജർ ഫാക്ടർ ആയിരിക്കും ത്രൂ ഔട്ട് ദ മൂവി. അത് ഞാൻ പറയാം, നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അത് പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മളൊരു മൂവി കാണാൻ പോകുമ്പോൾ അതിൻ്റേതായ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും ആൾക്കാർക്ക്. ഞാൻ പറഞ്ഞു, മമ്മൂക്കയാണ് ഓൾറെഡി സ്റ്റാർ ചെയ്യുന്നത്. എമാൽഡ് അലീസ് ആയിക്കോട്ടെ, അർജുൻ അശോകൻ, ഓക്കെ, ഇവർ ഒന്നുമില്ല. ബട്ട് ദ സെൻറ്റർ പീക്ക് ക്യാരക്ടർ ഇൻ ദിസ് മൂവി ഈസ് മമ്മൂക്ക. ആ ഒരു സ്റ്റാർഡം കീപ്പ് ചെയ്തിട്ട് ആ ഒരു ആൾ, അല്ലെങ്കിൽ ആ ഒരു അത്രയും പവറുള്ള ഇൻഫ്ലുവൻഷ്യലുള്ള ആൾ ഒരു സിനിമയിൽ ഇങ്ങനത്തെ ഒരു പർട്ടിക്കുലർ റോള് പ്ലേ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും കാണാണ്ടിരിക്കില്ലല്ലോ. എക്സ്പെരിമെൻ്റ് ആൾ ഫുൾ ടൈം ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പുതുമുഖങ്ങൾക്ക് ചാൻസ് കൊടുക്കുന്നത് മമ്മൂക്കാണ്. ഇപ്പോൾ എമാൽഡ് അലീസിന് അധികം കൂടുതൽ റോളൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു എനിക്കറിയില്ല, പക്ഷെ ഇല്ല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഷീ മൈറ്റ് ബി എൻ ഇമാജിനറി ഗേൾ. ഡയലോഗൊന്നും അധികം ഇല്ല. ആൻഡ് അർജുൻ അശോകൻ ഓൺ അതർ സൈഡ് പേടിക്കാനും അത് കണ്ട് ചിരിക്കാനും ആയിട്ടുള്ള ഒരു രൂപങ്ങളാണ് കൂടുതലും. സിദ്ധാർത്ഥ് ഭരതൻ ഈസ് മോർ ലൈക്ക് ഹി ഹാസ് ഹിസ് ഓൺ മോട്ടീവ്. അത് അവൻ്റേതായ ഒരു മോട്ടീവിൽ സഞ്ചരിക്കുന്ന ഒരാളാണ്. പിന്നെ വേറൊരു സൈഡ് ക്യാരക്ടർ ഉണ്ട്, പേര് ഞാൻ മറന്നു, ബട്ട് ഹീ ഓൾസോ വിൽ ഹാവ് സം സോർട്ട് ഓഫ് ഡയലോഗ് ഇൻ ദ മൂവി. അത് നല്ലൊരു ഡയലോഗ് തന്നെ. ബട്ട് മേജർ പാർട്ട് വിൽ ബി പ്ലേഡ് ബൈ മമ്മൂക്ക. ഒരു മേജർ പാർട്ട് റോളും ഇങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി ഒരു ഹൈപ്പടിക്കും, സ്വാഭാവികമാണ്. അപ്പോൾ ഞാൻ ഇത്രയ്ക്ക് പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെന്നുള്ളൂ. കാരണം നമ്മളൊരു മൂവി കാണാൻ പോകുമ്പോൾ അതിൻ്റേതായ ഹൈപ്പ് ഉണ്ടാവുന്നതും ഉണ്ടാവാതിരിക്കുകയും അത് ഓരോരുത്തരുടെയും പെർസ്പെക്റ്റീവാണ്. ഇപ്പോൾ എന്നെ പോലത്തെ സിനിമ ഭ്രാന്തന്മാരൊക്കെ ആണെങ്കിൽ കുറേയൊക്കെ ഉണ്ടാക്കി കൂട്ടും, എന്നിട്ട് സിനിമ നല്ലതാണെങ്കിൽ പറയും. എൻ്റെ ഒപ്പം ഞാൻ മാത്രമല്ല വരും, എൻ്റെ കൂട്ടുകാരൻ്റെ പേരുണ്ട്. അപ്പോൾ ഞങ്ങൾ 2 സിനിമാ ഭ്രാന്തന്മാർ ഒരുമിച്ച് പോയാൽ കയ്യടിയും എല്ലാം ഉണ്ടാവും, ബഹളമൊക്കെ ഉണ്ടാവും. അത് വരുന്ന വഴി ഞങ്ങളത് ക്രിട്ടിസൈസ് ചെയ്ത് തന്നെ വീട്ടിൽ പോകും. അത് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്ന തൊട്ട് ബസ് കയറുന്നതും ബസ്സിലിരുന്ന് വർത്തമാനം പറയുന്നത് ഇതിനെ പറ്റി തന്നെയായിരിക്കും. ചോറുണ്ട് കിടന്ന് ഉറങ്ങണം നേരെ ഇത് തലേന്ന് പോകില്ല എൻ്റെ. ഒബ്വിയസ്ലി അത് തലേന്ന് പോകില്ല, ഞാൻ റിവ്യൂ ഇടുന്നത് തലേന്ന് പോകില്ല എൻ്റെ. അപ്പോൾ അങ്ങനെ പിന്നെ എപ്പോഴെങ്കിലും ചാൻസ് കിട്ടുമ്പോൾ ഞങ്ങൾ ഈ കഥ പറയും. അപ്പോൾ അതുപോലെ തന്നെയാണ് നിങ്ങളും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ കൂടുതൽ ഞാൻ നീട്ടുന്നില്ല, 5 മിനിറ്റിൽ നമ്മൾ ഒതുക്കാവുന്നതാണ്. ആൻഡ് കുറച്ച് നീട്ടിപ്പോയി, കുറച്ച് ലാഗ് ഞാൻ അടിച്ചതിൽ. അപ്പോൾ എന്തായാലും നിങ്ങൾ പരമാവധി സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് അറിയിക്കുക. കമൻറ്റ് കുറവാണ് എനിക്ക് വരുന്നത്, പക്ഷേ കമൻറ്റ് വരാണ്ടിരിക്കുക നല്ലത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മൂവി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ.
എല്ലാവർക്കും അതിൻ്റെ പെർസ്പെക്റ്റീവ് ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും അവരുടേതായ കാഴ്ചപ്പാടുണ്ട്, എല്ലാവർക്കും അവരുടേതായ ഒപ്പീനിയൻസ് ഉണ്ട്. അതിനെ റെസ്പെക്ട് ചെയ്യുക. പിന്നെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ സിനിമ ഉണ്ടാക്കി കഴിഞ്ഞു. സിനിമ നമുക്ക് ഇനി മാറ്റാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ഡയലോഗ്, ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഞാനൊരു ഇൻ്റർവ്യൂവിൽ കേട്ടു, മമ്മൂക്കയാണോ വില്ലൻ? അപ്പോൾ ആൾ പറയുന്നുണ്ട്, മമ്മൂക്ക പറയുന്നുണ്ട് 2-3 സ്ഥലമേ ഉള്ളൂ, അത് വെയിറ്റ് ചെയ്യും, ഇനിയിപ്പോൾ വല്ലാതെ ചേഞ്ചസ് വരുത്തണമെങ്കിൽ നമുക്ക് പറ്റില്ല. അപ്പോൾ അങ്ങനെ തന്നെ. അപ്പോൾ നിങ്ങൾ പരമാവധി നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, സബ്സ്ക്രൈബേഴ്സ് ഒന്ന് കൂട്ടി തരാൻ, ജസ്റ്റ് ഹെൽപ്പ് മീ ഔട്ട് ഗൈസ്. നിങ്ങളല്ലേ ഉള്ളൂ, കുറച്ച് ആൾക്കാരുള്ളൂ, 300 സംതിങ് ഉള്ളൂ. അപ്പോൾ അത് മതി, കുഴപ്പമൊന്നുമില്ല. ഐ വിൽ ഡു മൈ ജോബ്. അപ്പോൾ